വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലായിരിക്കും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടത്തുക. ചാലിയാർ പുഴയുടെ മേഖലകളിലും ഇന്ന് പരിശോധന ഉണ്ടാകും. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. മുണ്ടക്കയിൽ നിന്ന് സജോ ദേവസിയും അതുപോലെ ചൂരൽമലയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും സർക്കാരിൻ്റെ തുടർ നീക്കങ്ങളുമായി അതിൻ്റെ വിവരങ്ങളുമായി ദീപക് തരമ്പളവും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ചൂരൽമലയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ തെരച്ചിലിൻ്റെ വിവരങ്ങൾ. SKN സാധാരണ 6 മണി മുതലൊക്കെ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ കാര്യമായ രീതിയിൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഒന്നും തന്നെ ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ നിന്ന് കാര്യമായ രീതിയിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിലൊരു മന്ദീഭവിച്ച് നടക്കുകയാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, ചൂരൽമല നിൽക്കുമ്പോൾ നിസ്സംശയം പറയാം. രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സും അതുപോലെ തന്നെ NDRF സംഘവും ഒക്കെ ഇങ്ങോട്ട് അല്പസമയം മുൻപ് മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ അവർ തെരച്ചിൽ എന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ജനകീയ തെരച്ചിൽ നടന്ന സമയത്ത് തന്നെ ഏതാണ്ട് വിങ്ങിപ്പൊട്ടുന്നൊരു കാഴ്ചയായിരുന്നു ഈ മേഖലയിലാകെ തന്നെ ഉണ്ടായിരുന്നത്. ഈ ദുരന്തത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കളും അത്തരത്തിലുള്ള ആളുകളുമൊക്കെ അവരുടെ വീടൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നു. ഒരു ഇസഹാക്ക് എന്ന ചെറുപ്പക്കാരൻ, അവന് കുടുംബത്തിലെ പലരെയും നഷ്ടപ്പെട്ടതാണ്. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ മന്ത്രി AK ശശീന്ദ്രൻ വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതെല്ലാം അത്തരത്തിലുള്ള സങ്കട കാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത്. ഇന്നലെ മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത നൽകിയത്. തിരച്ചിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് പരപ്പൻപാറ മേഖലയിൽ, സൂചിപ്പാറ പരപ്പൻപാറ മേഖലയിൽ, അത് ഘോരവനമാണ്, ഉൾവനമാണ്. ആ മേഖലയിൽ തിരച്ചിൽ തുടരും. അവിടെയാണ് ഇന്നലെ 3 ശരീരഭാഗങ്ങൾ ലഭിച്ചത്. പക്ഷേ അത് എയർലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ മേഖലയിൽ കാലാവസ്ഥ തടസ്സമുണ്ടായിരുന്നുവെന്നാണ് അറിയിക്കുന്നത്. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്താൻ വൈകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ മേഖലയിൽ നിന്ന് കൃത്യമായ രീതിയിൽ ആ മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ ശരീരഭാഗം ചുമന്നുകൊണ്ട് വരുന്ന രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ 24 നൽകുകയും ചെയ്തു. എന്തായാലും ഇന്നും ആ മേഖലയിലേക്ക് പോകുമെന്ന് അവർ, സൂചിപ്പാറ മേഖലയിലേക്ക് പോകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇതേ രക്ഷാ ദൗത്യം നടത്തുന്ന ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളുടെ കൃത്യമായൊരു സാന്നിധ്യവും ആ മേഖലയിൽ ഉണ്ടാവും. വനംവകുപ്പിൻ്റെ ഒരു സഹായം അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ആ മേഖലയിൽ ഇപ്പോഴും പല പ്രദേശങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ വലിയ പാറക്കൂട്ടങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഡ്രോൺ വിഷ്വൽ പറത്തിയപ്പോൾ, ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ അവിടെ മുഴുവൻ പാറക്കഷ്ണങ്ങളായിരുന്നു. അതിനിടയിലൊക്കെ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഉണ്ടാകാം. അത് പക്ഷേ മനുഷ്യൻ്റേതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടേതാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ മേഖലയിൽ തിരച്ചിൽ തുടരാൻ തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഇനി വീണ്ടെടുക്കൽ ക്യാമ്പാണ്. ഒരുപാട് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പാസ്പോർട്ട് ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് രേഖകൾ എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി 2 ക്യാമ്പുകൾ സജ്ജീകരിച്ച് ആളുകൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം വീണ്ടെടുക്കാൻ ആവശ്യമായ ഒരു സഹായത്തിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചൂരൽമലയിൽ ഇപ്പോൾ തിരച്ചിലിൻ്റെ ആദ്യഘട്ടം എന്നോണം ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. അവർ ഈ പ്രദേശത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ മുണ്ടക്കയിലേക്ക് അല്പസമയത്തിനകം നീങ്ങും. പുഞ്ചിരിമട്ടത്തേക്കും അവർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ അറിയുന്നത്. താങ്ക് യു ശ്രീജിത്ത്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എല്ലാവർക്കും സുപ്രഭാതം. നമുക്കറിയാം, ഓരോ പ്രഭാതവും നമുക്ക് ഓരോ ദുഃഖത്തിൻ്റെ സ്വഭാവമായിട്ടാണ് വരുന്നത്. ഇന്ന് ദുഃഖമുണ്ടാക്കുന്ന പുതിയ വാർത്തകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ദീപക് തരമ്പളം കൂടി നമുക്കൊപ്പം ചേരുന്നു. സർക്കാരിൻ്റെ ഈ ഭാഗത്തെ നീക്കങ്ങൾ വയനാട്ടിൽ എന്തായിരിക്കുമെന്ന വിവരവുമായിട്ടാണ് ദീപക് ചേരുക. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, എന്തൊക്കെ നീക്കങ്ങളും ആലോചനകളുമാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്? SKN ഈ തെരച്ചിൽ വലിയ രീതിയിൽ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം നേരത്തെയൊക്കെ 14 ശരീരങ്ങളൊക്കെ ഒരു ദിവസത്തെ തെരച്ചിൽ കിട്ടിയെങ്കിൽ ഇന്നലെ കിട്ടിയത് വെറും 3 ശരീരഭാഗം മാത്രമാണ്. ഏതായാലും ഇന്ന് 5 സെക്ടറുകൾ തിരിച്ചുകൊണ്ടുള്ള ഈ കാട്ടിലൂടെയുള്ള നദീതടങ്ങളിൽ ഒരു തെരച്ചിൽ നടത്തുകയാണ്. അതായത് ഈ നമ്മൾ നേരത്തെ ചാലിയാർ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിൽ ഓരോ സെഗ്മെൻറ്റ് തിരിച്ചുകൊണ്ട് 5 സെക്ടറുകളാക്കിയാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത്. എനിക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് വെള്ളിയാഴ്ച വരെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതായത് തെരച്ചിൽ ഇന്നോ നാളെയോ നിർത്താതെ വെള്ളിയാഴ്ച വരെ കൊണ്ടുപോവുകയും വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് തെരച്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് SKN നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് തെരച്ചിൽ, അത് ജനകീയ തെരച്ചിലിൽ ഇന്നലെ ഏതാണ്ട് 2000 പേരാണ് പങ്കെടുത്തത്. ഈ ജനകീയ തെരച്ചിൽ കൊണ്ട് വലിയ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവിടെയുള്ള ഇരകൾ, അതിജീവിച്ചവർ, ഇവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ സംശയം
വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു തെരച്ചിലായി മാത്രമാണ് ഇന്നലെ നടന്നത്. അല്ലാതെ അതുകൊണ്ട് കൂടുതൽ മൃതദേഹം കണ്ടെത്തുകയോ മറ്റോ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ എൻ്റെ വീട് ഇവിടെയായിരുന്നു, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഇതാ ഈ തുണിത്തരം ഇന്നേ ആളുടേതായിരുന്നു, അതുകൊണ്ട് ഇവിടെ തിരയണം എന്നുള്ള രീതിയിലായിരുന്നു തെരച്ചിൽ നടന്നത്. അതുകൊണ്ട് ഇനിയുള്ള തെരച്ചിൽ കൂടുതൽ വനമേഖലയിലെ നദീതടങ്ങളിലൂടെയുള്ള തിരച്ചിലാണ് നടക്കുക. മറ്റൊരു കാര്യം പ്രധാനമായും ഇവരുടെ പുനരധിവാസമാണ്. പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. ഈ ഓരോ ആൾക്കാരുടെയും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട്, അതായത് ഒരു സർവേ, രഹസ്യമായൊരു സർവേ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെയും മനസ്സും ഇംഗിതവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പുനരധിവാസത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഈ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, അതായത് സിംഗിളായി മാറിയവർ, ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, അവരുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സർക്കാർ ജീവനക്കാരനെ കൂടെ കൊടുത്തുകൊണ്ട് കെയർടേക്കർ ആക്കിക്കൊണ്ട് അവർക്ക് പുനരധിവാസം ഉറപ്പിക്കാനാണ്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചില നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ ഉപസമിതിക്ക് നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, ദീപക് തെരമുടമാണ് വിവരങ്ങൾ നൽകിയത്.